11 ദിവസം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ വിരാമം. കേരളത്തിൽ UDF സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ ചുമതലയേൽക്കും. വ്യാഴാഴ്ച രാവിലെയോടെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ നിന്ന് പ്രത്യേക വാർത്താസമ്മേളനം വിളിച്ചായിരുന്നു AICC പ്രഖ്യാപനം. AICC നിരീക്ഷകരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി എന്നിവർ ചേർന്നായിരുന്നു തീരുമാനം പ്രഖ്യാപിച്ചത്. 10 വർഷത്തെ പിണറായി സർക്കാരിന് അന്ത്യം കുറിച്ച് 102 സീറ്റുമായി അധികാരത്തിലെത്തിയ UDF കഴിഞ്ഞ 10 ദിവസമായി മുഖ്യമന്ത്രി പദത്തിൽ ചുറ്റിത്തിരികയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ത്രില്ലർ പോരാട്ടത്തിനാണ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചത്. ഒടുവിലാണ് ഹൈക്കമാൻഡിൻ്റെ അന്തിമ തീരുമാനമെത്തുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചയായിരുന്നത്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകളും അവസാനഘട്ട ചർച്ചകളിൽ സജീവമായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ മുഖമായി മുന്നിൽ നിന്നതും LDFനെതിരെ ശക്തമായ പ്രചാരണം നയിച്ചതുമാണ് സതീശന് അനുകൂലമായ പ്രധാന ഘടകങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. MLAമാരിൽ ഭൂരിഭാഗം പേരുടെയും പിന്തുണ KC വേണുഗോപാലിനായിരുന്നെങ്കിലും സംസ്ഥാനത്തെ പൊതുവികാരവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും 3 മുൻ KPCC പ്രസിഡന്റുമാരുടെ ഉറച്ച നിലപാടും ഹൈക്കമാൻഡിനെ സതീശനിലേക്ക് എത്തിച്ചതിൽ നിർണായക ഘടകമായി. അങ്ങനെ MLAമാരുടെ അംഗബലത്തിൽ മുന്നിലായിട്ടും ജനവികാരവും ഉജ്ജ്വല വിജയം സമ്മാനിച്ച നായകൻ എന്ന പരിവേഷവും KCയെ തള്ളി സതീശനെ ഹൈക്കമാൻഡിൻ്റെ മുന്നിലെത്തിക്കുകയായിരുന്നു. നിലപാടുകളിലെ വ്യക്തതയാണ് VD സതീശനെ എക്കാലവും വേറിട്ട് നിർത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുതൽ വാഹനങ്ങളിലെ മോഡിഫിക്കേഷൻ വരെ അത് കാണാം. രാഹുൽ വിഷയത്തിൽ സ്വന്തം പാളയത്തിലെ ഫാൻസുകാരുടെ അസഭ്യവർഷങ്ങളിലും തളർന്നില്ല VD. ഒരുമിച്ചില്ലെങ്കിൽ നിലനിൽപ്പില്ലെന്ന ബോധ്യം കോൺഗ്രസ്സുകാരിൽ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന VD സതീശൻ പകർന്നത് ഒത്തുതീർപ്പുകളിലൂടെ ആയിരുന്നില്ല, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുടെ പ്രഖ്യാപനത്തോടെയായിരുന്നു. കനത്ത തിരിച്ചടികൾ ഏറ്റുവാങ്ങിയ UDFന് ശക്തി പകർന്ന് അധികാരത്തിലെത്തിച്ച നേതൃപാടവം രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്നതാണ്. 2001 ഇടത് കോട്ട തകർത്താണ് സതീശൻ നിയമസഭയിലെത്തിയത്. പിന്നീട് ഇങ്ങോട്ട് പറവൂർ സതീശനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് പ്രതികരിക്കുന്നതാണ് സതീശൻ്റെ രീതി. 10 വർഷക്കാലം ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരുന്നത് സംവാദങ്ങളിൽ എപ്പോഴും സതീശന് മുൻകൈ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഗ്രൂപ്പ് താൽപ്പര്യങ്ങളുടെ പേരിൽ സതീശൻ മാറ്റി നിർത്തപ്പെട്ടു. ഒടുവിൽ കോൺഗ്രസിൻ്റെ കെട്ടകാലം സതീശൻ എന്ന കരുത്തനായ നേതാവിൻ്റെ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ് കണ്ടത്. 2021 തുടർച്ചയായ പ്രതിപക്ഷത്തിരുന്ന് തളർന്ന UDF ക്യാമ്പിന് ആത്മവിശ്വാസം നൽകാൻ ക്രിയാത്മക പ്രതിപക്ഷ ലൈനായിരുന്നു ആദ്യം സതീശൻ മുന്നോട്ട് വെച്ചത്. പിണറായി മന്ത്രിസഭയാകെ ഇറങ്ങിക്കളിച്ച തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന് പിന്നാലെ പ്രതിരോധത്തിനപ്പുറം കടന്നാക്രമണമായി സതീശൻ്റെ ശൈലി മാറി. വർഗീയ നിലപാടുകൾക്കെതിരായ ഉറച്ച നിലപാടുകൾക്ക് മതേതര കേരളം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതാണ് പിന്നീട് കണ്ടത്. ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഒരുപോലെ അജണ്ടയും നറേറ്റീവും നിശ്ചയിച്ച് പ്രചാരണത്തിനിറങ്ങുന്ന സതീശൻ്റെ ശൈലിയുടെ വിജയം കൂടിയായാണ് ഇത്തവണത്തെ നേട്ടങ്ങളെ കാണാനാവുക. അസാമാന്യ ധൈര്യത്തോടെ തോൽവിയെങ്കിൽ രാഷ്ട്രീയ വനവാസമെന്ന് കാലേ കൂട്ടി പ്രഖ്യാപിച്ച് ഗോതയിലിറങ്ങിയ സതീശൻ പ്രവർത്തകർക്ക് നൽകിയത് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വലിയ പിന്തുണയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശന് കിട്ടിയത്. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ പരസ്യമായി സതീശനായി രംഗത്തെത്തിയത് കീഴ്വഴക്കമില്ലാത്ത പുതുമകളായിരുന്നു. കോൺഗ്രസിൻ്റെ ക്രൗഡ് പുള്ളറായ നേതാവായി ഉയർന്ന സതീശന്മേൽ വലിയ പ്രതീക്ഷകളുടെ ഭാരമാണ് വെല്ലുവിളി. അതിനോട് നീതി പുലർത്തുക എന്നതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വവും.